നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് ലോക്പാലിനെ പറ്റിയിട്ടാണ്. ലോക്പാൽ നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2013 വന്ന കുറച്ച് മാറ്റങ്ങൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. പ്രത്യേകിച്ച് 2013 അമെന്റ്മെന്റ് ആക്ടും 2016 ഒരു അമെന്റ്മെന്റ് ആക്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിഗ്രിക്കാരാണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഈ ഒരു മാറ്റങ്ങളെ പറ്റിയിട്ടും കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടുമാണ്. സോ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പാർലമെന്റിന്റെ അഴിമതി വിരുദ്ധ നിയമമാണ് ലോക്പാൽ ആക്ട് എന്നറിയപ്പെടുന്ന ലോക്പാൽ ലോകായുക്ത നിയമം. അപ്പൊ ലോക്പാലും ലോകായുക്തയും ഉണ്ടെന്ന് അറിയാം അല്ലെ. ലോക്പാൽ എന്ന് പറയുമ്പം സെൻട്രൽ ലെവലിലാണ്. ലോകായുക്ത മീൻസ് എന്താണ്? സ്റ്റേറ്റ് ലെവലില്. സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ലെവലിൽ ലോകായുക്തയും സെൻട്രൽ ലെവലിൽ ലോക്പാലുമാണ് പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ പാർലമെന്റ് അഴിമതി വിരുദ്ധ നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, അതായത് പാർലമെന്റിന്റെ പാർട്ടായിട്ടുള്ള ആരും എന്തെങ്കിലുമൊക്കെ അഴിമതി ചെയ്താൽ അവരെ നിയന്ത്രിക്കാനുള്ള ആക്ട് ആണ് ലോക്പാൽ ലോകായുക്ത ആക്ട് എന്ന് പറയുന്നത്. ആണല്ലോ. 2013 ഇത് വന്നത്. ഇപ്പൊ 2011 ഡിസംബർ 22 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് ഡിസംബർ 27 ലോക്പാൽ ആൻഡ് ലോകായുക്ത ബില്ല് 2011 എന്ന പേരിൽ സഭ പാസാക്കി. അപ്പൊ 2011 ഡിസംബർ 22 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് ഡിസംബർ 27 ലോക്പാൽ ആൻഡ് ലോകായുക്ത ബിൽ 2011 എന്ന പേരിൽ സഭ പാസാക്കുന്നു. ഇതേ തുടർന്ന് ഡിസംബർ 29 അപ്പം ലോക്സഭയിൽ അവതരിപ്പിച്ചതാണ് 22. ഓക്കെ, 2011 ഡിസംബർ 22 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് ഡിസംബർ 27 ആര് പാസ്സാക്കുന്നത്? ലോക്സഭ പാസ്സാക്കിയത്. ശേഷം ഡിസംബർ 29 രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചു. നേരത്തെയുള്ള ബില്ലില് ചില ഭേദഗതികളൊക്കെ വരുത്തിയ ശേഷം അത് 2013 ഡിസംബർ 17 രാജ്യസഭയിലും അടുത്ത ദിവസം അതായത് 18 ലോക്സഭയിലും പാസ്സാക്കി. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാ പിന്നെ ലോക്സഭയിൽ പാസ്സാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഭേദഗതി 2011 ആക്ടിന് കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് 2013 ഡിസംബർ 17 രാജ്യസഭയിലും തൊട്ടടുത്ത ദിവസം അതായത് 2013 ഡിസംബർ 18 ലോക്സഭയിലും ഇത് പാസ്സാക്കുന്നു. അങ്ങനെ 2014 ജനുവരി 1 അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു? പ്രണബ് മുഖർജിയാണ്. ഇത് അംഗീകരിക്കുന്നു. അതായത് ഈ ജനുവരിയിൽ 16 തീയതി തന്നെ ഇത് നിലവിൽ വരികയും ചെയ്തു. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. അത് ഞാൻ അങ്ങ് വിടുകയാണ് കേട്ടോ. അടുത്തത് നോക്കാം. ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് 1963 പരാതി പരിഹാര സംവിധാനങ്ങളെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ അന്നത്തെ പാർലമെന്റ് അംഗമായിരുന്ന സ്വിംഗ്മി, LM സ്വിംഗ്മി, നിങ്ങൾ കേട്ടില്ലേ? LM സ്വിംഗ്മി കമ്മിറ്റി ഒക്കെ ഇല്ലേ? അപ്പൊ ലക്ഷ്മി മോൾ സിംഗിയാണ് ലോക്പാൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. LM സ്വിംഗ്മിയാണ് ലോക്പാൽ എന്ന വാക്ക് 1963 ഉപയോഗിക്കുന്നത്. മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ഭരണ പരിഷ്കരണ കമ്മിറ്റി, എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ARC. അത് ആരുടെ അണ്ടറിലായിരുന്നു? മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ഭരണ പരിഷ്കാര കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനുകൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് 2 പ്രത്യേക അതോറിറ്റി, അതായത് ലോകായുക്തയും ലോക്പാലും രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഒന്നുകൂടെ പറയാം. 1963 പരാതി പരിഹാര സംവിധാനങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച വരികയും ആ ചർച്ചയ്ക്കിടയിൽ അന്നത്തെ പാർലമെന്റ് അംഗമായ LM സ്വിംഗ്മിയാണ് ലോക്പാൽ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം 1963 ഇത് നടക്കുന്നത്. അതിനുശേഷം അന്നത്തെ മൊറാർജി ദേശായിയുടെ കീഴിലായിരുന്നു ഭരണപരിഷ്കരണ കമ്മീഷൻ. ഇതിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതില് പൗരന്മാരുടെ പരാതി പരിഹരിക്കുന്നതിനായിട്ട് 2 പ്രത്യേക അതോറിറ്റി രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു. അതാണ് ലോകായുക്തയും ലോക്പാലും എന്ന് പറയുന്നത്. അതിനുശേഷം 1971 മഹാരാഷ്ട്ര ലോകായുക്ത ഉപലോകായുക്ത നിയമം വഴി ലോകായുക്ത ആദ്യമായി കൊണ്ടുവന്നു. അപ്പൊ ആദ്യമായിട്ട് ലോകായുക്ത കൊണ്ടുവന്നത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും താഴെ ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായി ലോകായുക്ത എന്ന് പറയുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. ലോക്പാൽ ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1968 2013 പ്രാബല്യത്തിൽ വന്ന പതിപ്പ് 2010 തയ്യാറാക്കിയ കരടിന്റേതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പല പ്രശ്നങ്ങൾ, അതായത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് 2013 അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന 2013 ഈ ഒരു ലോക്പാൽ ലോകായുക്ത ബിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ട് എന്ന് പറയുന്നത്.
അപ്പൊ 2010 ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അതാണ് 2013 പ്രാബല്യത്തിൽ വന്ന ബില്ല് എന്ന് പറയുന്നത്. ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 68-ലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 2013 ലോക്പാൽ ലോകായുക്ത നിയമത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കേന്ദ്രത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കാനും അങ്ങനെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള രാഷ്ട്രങ്ങൾക്ക് അഴിമതി വിരുദ്ധ റോഡ് മാപ്പ് നൽകാനും ഇത് ശ്രമിക്കുന്നു. ലോക്പാലിന്റെ അധികാര പരിധിയിൽ ആരൊക്കെ വരും? പ്രധാനമന്ത്രിമാര് വരും, മന്ത്രിമാര് വരും. പ്രധാനമന്ത്രി മീൻസ് ഒരു മന്ത്രി, പ്രധാനമന്ത്രിയേ ഉള്ളൂ കേട്ടോ. പ്രധാനമന്ത്രി, മന്ത്രിമാര്, പാർലമെന്റ് അംഗങ്ങള്, അതുപോലെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഓഫീസേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റിലെ, അവര് വരും. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇവർക്കെതിരെ എന്ത് പരാതി ഉണ്ടെങ്കിലും അതെല്ലാം ഈ ഒരു ലോക്പാലിന്റെ ലോകായുക്തയുടെ അണ്ടറിൽ വരുന്നതായിരിക്കും. അതുപോലെ ലോക്പാലിൽ പരമാവധി 8 അംഗങ്ങളുള്ള ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പം 8 അംഗങ്ങളുണ്ട്, ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഓക്കെ, 8 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ. അതിൽ 50% ആരായിരിക്കും? ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും, 50%. അതുപോലെ ലോക്പാലിലെ 50% അംഗങ്ങളും SC/ST, OBC, ന്യൂനപക്ഷം, സ്ത്രീകൾ എന്നിവരിൽ നിന്നുള്ളവരായിരിക്കും. അത് ഓർത്ത് വെച്ചുക. 8 പ്ലസ് ഒരു ചെയർപേഴ്സൺ, അതിനകത്ത് 50% ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കും. അല്ല, 50% അംഗങ്ങൾ SC/ST, OBC, ന്യൂനപക്ഷം പ്ലസ് സ്ത്രീകളായിരിക്കും. പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി എന്നിവരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി മുഖേനയാണ് ലോക്പാൽ അധ്യക്ഷനെയും അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ സെലക്ടിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഇൻ കേസ് ചീഫ് ജസ്റ്റിസ് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജി കൂടെ ഇതിനകത്ത് കയറും. അവരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ലോക്പാലിനെ, ലോകായുക്തയും. അത് ലോക്പാലിലെ അംഗങ്ങളെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. ലോകായുക്ത ഇല്ല കേട്ടോ, ലോകായുക്ത ഗവർണറാണ്. ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പ്രമുഖ വ്യക്തിയും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് സെലക്ഷൻ പ്രക്രിയയിൽ ഒരു സെർച്ച് കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയെ സഹായിക്കും. ഈ സെലക്ഷൻ കമ്മിറ്റിയോടൊപ്പം തന്നെ ആരുണ്ടായിരിക്കും? ഒരു സെർച്ച് കമ്മിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. ആരെ സഹായിക്കാൻ? സെലക്ഷൻ കമ്മിറ്റിയെ സഹായിക്കാൻ. സെർച്ച് കമ്മിറ്റിയിലെ 50% അംഗങ്ങളും SC/ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവരിൽ നിന്നുള്ളവരായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു സെലക്ടിംഗ് കമ്മിറ്റി ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ട്. ഈ സെർച്ച് കമ്മിറ്റി അംഗങ്ങളും ആരെ പോലെ തന്നെ നമ്മുടെ ലോകായുക്തയിലെ പറയുന്ന പോലെ തന്നെ ലോക്പാലിനകത്ത് എങ്ങനെ 50% അംഗങ്ങൾ ആരായിരിക്കണം? ജുഡീഷ്യറി, 50% SC/ST, OBC, ന്യൂനപക്ഷം, സ്ത്രീകൾ. അതുപോലെ തന്നെ ഈ സെർച്ച് കമ്മിറ്റിയും 50% അംഗങ്ങൾ SC/ST, OBC, ന്യൂനപക്ഷം, സ്ത്രീകളായിരിക്കണം. ഓക്കെ, അടുത്തത് പ്രധാനമന്ത്രിയെ ലോക്പാലിന്റെ പരിധിയിൽ കൊണ്ടുവന്നത്. അതായത് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നു, അദ്ദേഹത്തിന് ചെറിയ ചില കൺസെഷൻസ് കൊടുക്കാം. അതായത് വിഷയപരമായ ഒഴിവാക്കലുകളും അദ്ദേഹത്തിനെതിരായ പരിപാടികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേക നടപടിക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർക്ക്. അതായത് ഒറ്റയടിക്ക് അങ്ങ് അന്വേഷണം പുറപ്പെടുവിക്കുക അല്ല. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള പൊതുപ്രവർത്തകരെയും ലോക്പാലിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കും. പ്രധാനമന്ത്രിയും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നടപടിക്രമങ്ങൾ കൂടുതലാണ്. ഒറ്റയടിക്ക് അങ്ങ് അന്വേഷണം നടത്തുകയല്ല ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാവരും, സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടും. അതുപോലെ ലോക്പാൽ റഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേസ് CBI ഉൾപ്പെടെയുള്ള ഏത് അന്വേഷണ ഏജൻസിയുടെയും മേൽനോട്ടവും നിർദ്ദേശവും ലോക്പാലിന് കൊടുത്തേ വെക്കും. ഇപ്പൊ നമ്മൾ പറയാണ് CBIയോടോ വിജിലൻസിനോടോ ഒക്കെ പറയാണ് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുകയാണെങ്കിൽ അവര് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാൻ ശുപാർശ ചെയ്യും. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഈ ആക്ടിൽ പറയുന്ന കാര്യമാണ്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ 7 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്തി ഈ ഒരു നിയമം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ 7 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്തി. നിയമത്തിലെ 7, 8, 9, 12 വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇപ്പോൾ 3 വർഷവും സെക്ഷൻ 15 പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ 2 വർഷവുമാണ്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം. ദെൻ പൂർണ്ണമായും ഭാഗികമായും ഗവൺമെന്റ് ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ ലോക്പാലിന്റെ അധികാര പരിധിയിലായിരിക്കും. എന്നാൽ ഗവൺമെന്റിന്റെ സഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. അതായത് പുറത്തു നിന്നുള്ള
ഉണ്ടല്ലോ, പൂർണ്ണമായും ഭാഗികമായോ ഗവൺമെന്റ് ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ ലോക്പാലിന്റെ അധികാര പരിധിയിലായിരിക്കും. അവരുടെ നോട്ടം എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ വിദേശ സംഭാവന ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 പ്രകാരം ഈ ഒരു വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിവർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിദേശ സ്രോതസ്സുകളിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ ലോക്പാല് ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 എന്ന് പറയുന്നത്. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അതും ലോക്പാലിന്റെ പരിധിയിലായിരിക്കും. വിദേശ സ്രോതസ്സിൽ ഫോറിൻ കറൻസി വരില്ലേ, അത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 2013 റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ 2016 ഈ ലോക്പാൽ ലോകായുക്ത ആക്ട് ഒന്ന് മോഡിഫൈ ചെയ്തു, അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഈ ഒരു സെക്ഷൻ 44 ബില്ലിനകത്ത് 44 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആ സെക്ഷൻ മീൻസ് ആക്ടിനകത്ത് 44ാമത്തെ സെക്ഷൻ പറയുന്നത് ഈ പബ്ലിക് ഒഫീഷ്യൽസ് ആണ്, നമ്മളിപ്പോ പരാതി കൊടുക്കുന്ന ആൾക്കാരുടെ അവരുടെ അസറ്റ്സും ലയബിലിറ്റീസിന്റെ ഒക്കെ ഡേറ്റാസ് റിപ്പോർട്ട് 30 ദിവസത്തിനകം അവര് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഇതുണ്ടല്ലോ 30 ദിവസം എന്നുള്ളത് അതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അതായത് സെക്ഷൻ 44 ഓഫ് ദി ആക്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു പബ്ലിക് ഒഫീഷ്യൽസിന്റെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ 30 ദിവസത്തിനകം റിപ്പോർട്ട് വെക്കണമെന്ന്. ആ 30 ദിവസം എന്നുള്ള ഒരു ടൈം ഫ്രെയിം 2016 അമെന്റ്മെന്റ് ആക്ട് പ്രകാരം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതും കൂടെ ഓർത്തു വെച്ചേക്കാം. പിന്നെ 1971 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചെന്നും അതുപോലെ 70 ഒഡീഷയിൽ നിയമം പാസാക്കിയെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 83 കേട്ടോ. നിയമം പാസാക്കി, പ്രാബല്യത്തിൽ വന്നില്ല. അതുകൊണ്ടാണ് 71 മഹാരാഷ്ട്രയിലാണ് ലോകായുക്തയുടെ സ്ഥാപനം ആദ്യമായി സ്ഥാപിതമായെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് വേഗത്തിലെടുത്തൊരു ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിൽ എടുത്തു പോയത്. ഇത് നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ഒരു സെക്ഷനിൽ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു സെക്ഷനിൽ കേട്ട് നോട്ട് ചെയ്ത് അറിയാൻ വേഗത്തിൽ മാത്രം എഴുതുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.